എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് സാർ, നിങ്ങൾക്ക് ഈ നാടിനോട് എന്താണ് ഇത്ര വൈരാഗ്യം? എന്തിനാണ് ഈ നാട്ടിലെ മനുഷ്യന്മാരെ നിങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? നിങ്ങൾ വർദ്ധിപ്പിക്കാത്തതായിട്ട് ഏതെങ്കിലും നികുതി ഈ നാട്ടിലുണ്ടോ? നിങ്ങൾ വെള്ളക്കരം കൂട്ടിയില്ലേ? വൈദ്യുതി ചാർജ് കൂട്ടിയെന്ന് മാത്രമല്ല, ഈ വർഷവും കൂട്ടും അടുത്ത വർഷവും കൂട്ടുമെന്ന് പറയുന്ന ആദ്യത്തെ സർക്കാരല്ലേ നിങ്ങളുടെ സർക്കാർ? നിങ്ങൾ രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിച്ചില്ലേ? ഭൂനികുതി വർദ്ധിപ്പിച്ചില്ലേ? കോർട്ട് ഫീസ് വർദ്ധിപ്പിച്ചില്ലേ? 15 വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെ നികുതി നിങ്ങൾ വർദ്ധിപ്പിച്ചില്ലേ? ബസ് ചാർജ് വർദ്ധിപ്പിച്ചില്ലേ? സാർ, നിങ്ങൾ പെട്രോളിന്റെ ഡീസലിന്റെ സെസ് വർദ്ധിപ്പിച്ചു. സാർ, പെട്രോളിന്റെ ഡീസലിന്റെ സെസ് വർദ്ധിപ്പിച്ചപ്പോൾ പറഞ്ഞത് അത് ഞങ്ങൾ വർദ്ധിപ്പിച്ചത് പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നാ. അപ്പൊ നിങ്ങൾ പെൻഷൻ കൊടുത്തോ? പെൻഷൻ കൊടുത്തിട്ടില്ല. ഇതിലെ കിലുക്കത്തി ഭക്ഷണം ചോദിക്കുന്ന ജഡ്ജിയാമന്റെ അവസ്ഥയാണ് ഈ കേരളത്തിലെ സാധാരണ മനുഷ്യന്മാർക്കുള്ളത്. ഇവരെ പേടിച്ച് കേരളത്തിൽ ഒരു കുട്ടിക്ക് ജനിക്കാനോ ജനിച്ച ഒരാൾക്ക് മരിക്കാനോ പോലും പേടിയാണ് സാർ. കാരണം ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിന് വരെ ചാർജ് കൂട്ടുന്ന കൊള്ളക്കാരായി ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണ് സാർ. 6/3/2025 പുറത്തിറക്കിയ ഉത്തരവ്, ആ ഉത്തരവ് പ്രകാരം ഇവര് കൊട്ടിഘോഷിച്ച കെ സ്മാർട്ട് സർവീസുകളുടെ എല്ലാം ചാർജ് വർദ്ധിപ്പിച്ചു സാർ. ഇതെന്താണ് സാർ? ഡിജിറ്റൽ നോക്കുകൂലിയാണോ സാർ നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്?